ഞാൻ നിങ്ങൾക്ക് 100 എവിഡൻസ് തരാം. ഈ പൈസ കിട്ടാത്തൊരു കേസിൽ അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളിൽ എനിക്ക് 100 പേരെ വിളിച്ച് തരാൻ പറ്റും. പക്ഷെ ഈ വീഡിയോ ലെങ്തായി പോകും. ഞാൻ വേണമെങ്കിൽ വേറൊരു പുള്ളിക്കാരന് പറ്റിയത് എന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇടമുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്, അവന്റെ കൂടെ കളിച്ചൊരു പുള്ളിക്ക് പറ്റിയൊരു അനുഭവമാണ്. ഞാൻ വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾപ്പിച്ചു തരാം. മഴവിൽ മനോരമയില് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഈ ചാനൽ പരിപാടികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയാണ് ഈ ബമ്പർ ചിരി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പരിപാടിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ജഡ്ജസ് ഉണ്ടാക്കും. കണ്ടസ്റ്റൻസ് വന്ന് ഇവരെ 3 പേരെയും ഒരുപോലെ ചിരിപ്പിക്കുകയാണെങ്കിൽ ബമ്പർ അടിക്കും. 50,000 രൂപ എങ്ങാണ്ടാണ് ക്യാഷ് പ്രൈസ്. ആ പൈസ അപ്പം തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൊടുക്കുന്ന പോലെ കാണിക്കും. പാടത്ത് പണി വരമ്പത്ത് കൂല എന്ന് പറയുന്ന പോലെ പരിപാടി കഴിഞ്ഞ ഉടനെ 10,000 പ്രൈസ് മണി ആയി കൊടുക്കുന്നവരുടെ ഈ പരിപാടി സത്യത്തിൽ ഇവർക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇവർ ഈ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പരിപാടി കഴിഞ്ഞ ഉടനെ എന്നല്ല, പരിപാടി കഴിഞ്ഞ് 6 മാസമായിട്ടും പറഞ്ഞ പോലെ പൈസ കിട്ടിയില്ല എന്ന ആരോപണവുമായി മുമ്പ് ബമ്പർ ചിരിയിൽ സ്കിറ്റ് അവതരിപ്പിച്ച ഒരാൾ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ദിലൻ സലീം കുമാർ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. ഇപ്പം അവിടെ സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേനെ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയി 7 മാസമായി. 7 മാസമാകുന്നു. അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ ചിലപ്പോൾ നമുക്ക് ഒരു കുട്ട ഒരു പേപ്പറിൽ തരും. എഗ്രിമെന്റ് എന്നുള്ള സാധനം ഉണ്ട്, അതും തരുവര്. അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ്. ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് 3 മാസം 90 ദിവസം ഇതിനകം പൈസ കിട്ടണം. അതാണ് എഗ്രിമെന്റ്. അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു 4 മാസ കാലയളവ് 120 ദിവസം. 120 ദിവസം എടുത്തു. ഇപ്പോഴേ ആ 120 കഴിഞ്ഞ് 150 കഴിഞ്ഞ് എങ്ങോട്ട് പോകാൻ എനിക്ക് അറിയാൻ വയ്യ. ഒരു 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് 115,000 അല്ല 32 തവണ കളിച്ചല്ലേ. 2 തവണ 15 വെച്ച് കിട്ടി. മൊത്തം 30,000 രൂപ വെച്ച് ഏകദേശം 7 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റിയൊരു പറ്റിപ്പായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവിടെ കളിച്ചിട്ടുള്ളതിൽ ഒരു 15 പേരൊക്കെ പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ആളുകളെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നേ ഉള്ളൂ, ആർക്കും കിട്ടുന്നില്ല, കൈ കിട്ടുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കോമഡി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇദ്ദേഹം ബമ്പർ ചിരിയിൽ പോയി 2 സ്കിറ്റ് അവതരിപ്പിച്ചു. രണ്ടിനും കൂടി 30,000 രൂപയാണ് കിട്ടാനുള്ളത്. സ്റ്റേജിൽ വെച്ച് ആ പൈസ മുഴുവനായി കൊടുക്കുന്നതായി കാണിച്ചെങ്കിലും പരിപാടി കഴിഞ്ഞ് 7 മാസമായിട്ടും ഇദ്ദേഹത്തിന് പൈസ ഒന്നും കിട്ടിയില്ല. അഗ്രിമെന്റ് പ്രകാരം പ്രോഗ്രാം ടെലികാസ്റ്റ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ പൈസ അക്കൗണ്ടിൽ കയറേണ്ടതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് കിട്ടിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കിട്ടിയില്ല എന്ന് ഇദ്ദേഹം പറയുന്നില്ല കേട്ടോ. പകരം ഇദ്ദേഹം പറയുന്നത് ബമ്പർ ചിരിയിൽ ഇതേ പരിപാടി അവതരിപ്പിച്ച 90% ആളുകൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കണക്കൊക്കെ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ പേയ്മെന്റ് ലഭിക്കാതിരുന്ന 1-2 പേരുടെ വോയിസ് ക്ലിപ്പൊക്കെ ഇദ്ദേഹം തെളിവായി കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഞാൻ നിങ്ങൾക്ക് 100 എവിഡൻസ് തരാം. ഈ പൈസ കിട്ടാത്തൊരു കേസിൽ അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളിൽ എനിക്ക് 100 പേരെ വിളിച്ച് തരാൻ പറ്റും. പക്ഷെ ഈ വീഡിയോ ലെങ്തായി പോകും. ഞാൻ വേണമെങ്കിൽ വേറൊരു പുള്ളിക്കാരന് പറ്റിയത് എന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇടമുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്, അവന്റെ കൂടെ കളിച്ചൊരു പുള്ളിക്ക് പറ്റിയൊരു അനുഭവമാണ്. ഞാൻ വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾപ്പിച്ചു തരാം. നമ്മളന്ന് പോയില്ലേ ഒരു ചിരി ബമ്പർ ചിരിയില്, ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല. പേയ്മെന്റ് വരാത്തത് പോട്ടെ, 10 ദിവസം അവിടെ ജയില് പോലെ നിർത്തിയിട്ട് ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ മാഷ ആ 10 ദിവസം ലീവ് എടുത്തതിന്റെ പേരിൽ പുള്ളിക്ക് പണിഷ്മെന്റ്, ഹാറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയി അവസാനം ഈ ഒറ്റ ഇതിനു വേണ്ടി. കാരണം കലേനെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കുറെ പേര്. അപ്പൊ ഇവര് ചിരിക്കാതിരിക്കുക അതൊന്നും നമ്മളുടെ ഇതല്ല. ഒരു 5,000 രൂപ 5,000 രൂപ അത്രയും പാവപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇതുപോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് 10 ദിവസം അവിടെ നിർത്തി. ഭയങ്കര മോശമാണ് ചെയ്തത്. ഓരോരുത്തരുടെ വറ്റിപ്പഴപ്പല്ലേ, ജോലി കളഞ്ഞ് 10 ദിവസം അവരുടെ കൂടെ നിക്കാണ്. എന്നിട്ട് അതിനുള്ളത് ഇവര് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ബമ്പർ ചിരിയിൽ പങ്കെടുക്കാൻ പോയിട്ട് പൈസ കിട്ടിയതുമില്ല. ആകെ ഉണ്ടായിരുന്ന ജോലി ആണെങ്കിൽ പോവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. പൈസ കിട്ടാത്തത് ഓക്കെ, പക്ഷെ ജോലി പോയതിൽ മഴയിൽ മനോരമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ ലോങ് ലീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ജോലി പോകുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പലരും ഒരുപാട് സാക്രിഫൈസ് ചെയ്തും വലിയ പ്രതീക്ഷകളോടെയും ഒക്കെയാണ് ബമ്പർ ചിരി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. ഒന്നാമത് തരക്കേടില്ലാത്ത പേയ്മെന്റ് കിട്ടും. മാത്രവുമല്ല ആ പരിപാടി വഴി തരക്കേടില്ലാത്ത 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ലോക്കൽ പ്രോഗ്രാമുകളൊക്കെ കിട്ടും. അങ്ങനെ അതുവഴിയും കുറച്ച് പൈസകളൊക്കെ ഉണ്ടാക്കാം. കലാപരമായും സാമ്പത്തികപരമായും ഒരു ഉയർച്ച സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത്. ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുന്നവരിൽ പലരും പാവപ്പെട്ടവരായിരിക്കും. ഇനി അടുത്തൊരു അനുഭവം കൂടി കേട്ടോക്കാം. എനിക്ക് അടുത്തറിയുന്ന 2 പേരെ വിളിച്ച് ഞാൻ ക്യാപ്പിച്ച് തരാം. അവരുടെ അഭിപ്രായം എന്താ ക്യാപ്പിച്ച് തരാം. പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമൽ സാറേ ഇതിങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ
അടുത്തടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് എടാ അത് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വാ, വേറെ ഇതൊന്നും ഇല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല സാറേ, ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ്, ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞ് എനിക്കും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ട സാറേ, എനിക്കും വേറെ പഠിക്കാനും പണിക്കൊക്കെ പോകണ്ടേന്ന് വെച്ച്. അവൻ പറഞ്ഞു എടാ അത് നിന്നെ നമ്മള് ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാ? യവനെ അവിടെ 20 ദിവസം പിടിച്ചു നിർത്തിയപ്പോഴത്തേക്ക് യവനെ ഫുഡ് കൊടുത്തതും അവിടെ താമസിപ്പിച്ചതിലും നേട്ടം യവനല്ലേ, അവർക്ക് നഷ്ടമല്ലേ എന്നാണ് പുള്ളി പറയുന്നത്. വീട്ടിൽ നിന്ന് ഇവിടെ നിന്നത് എന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് സമയത്തിന് ഫുഡ്, ഇത് ഹോട്ടൽ റൂം, ഇത് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിയിൽ വരാം, അപ്പൊ നിനക്കല്ലേ നേട്ടം, നമുക്ക് ഇതിൽ എന്താ നേട്ടം? എന്നെ മേക്കപ്പ് ഇടാൻ വിളിച്ചില്ല, കോസ്റ്റ്യൂമിന്റെ കാര്യം നോക്കാൻ വിളിച്ചില്ല, പ്രോപ്പർട്ടി എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചില്ല, ഇതിനൊന്നും വിളിച്ചില്ല. ഞാൻ അങ്ങനെ അവസാനം അവിടുത്തെ കോർഡിനേറ്ററെ കണ്ടിട്ട് ചോദിച്ചു, ചേട്ടാ എന്നെ ഇതിനൊന്നും വിളിക്കില്ല, ബാക്കി എല്ലാരും ഇങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് നിന്നെ അത് നിന്റെ വീണ്ടും മാറ്റി വെച്ചാ അടുത്ത ഷെഡ്യൂൾ ആക്കി എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഇയാളെ വിളിച്ചു വരുത്തി 10-20 ദിവസം അവിടെ താമസിപ്പിച്ചു. പക്ഷെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. 2 തവണ ഇങ്ങനെ വിളിച്ചു വരുത്തി പറ്റിച്ചു എന്നാണ് പറയുന്നത്. 1ഉം 2ഉം ഒന്നുമല്ല, 10-20 ദിവസമാണ് വെറുതെ പോയത്. ആ സമയത്ത് ഇയാൾക്ക് വേറെ ജോലിക്ക് പോകാമായിരുന്നു, പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ആദ്യം പറഞ്ഞുകൂടായിരുന്നു. എന്തിനാ അത്രയും ദിവസം വെറുതെ പിടിച്ചിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നിനക്ക് 3 നേരം ഭക്ഷണവും താമസവും റൂമും ഒക്കെ കിട്ടിയില്ല എന്നാണ് തിരിച്ചു മറുപടി. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയല്ലേ? ഒരാളുടെ സമയത്തിനൊന്നും ഇവിടെ യാതൊരു വിലയുമില്ലേ. പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എത്ര ദിവസം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എങ്ങനെയും ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള പരിപാടികൾക്കും സിനിമയിൽ ചാൻസ് നോക്കിയുമൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ വൈറ്റ് പേപ്പറായി കണ്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്നത്തെ അന്നത്തിന് വേണ്ടി കല വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഇത്തരത്തിലുള്ള തെണ്ടിത്തരം കാണിക്കുമ്പോഴാണ് പ്രശ്നം. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ആരും ഇതിനെക്കുറിച്ച് തുറന്നു പറയാത്തത്, പരാതിപ്പെടാത്തത് എന്ന സംശയം പലർക്കും ഉണ്ടാകും. അതിനുള്ള മറുപടി ദിലൻ സെലിംകുമാർ തന്നെ നൽകുന്നുണ്ട്. ഒന്ന് കേട്ടോക്കാം. എനിക്ക് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയോന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതില് ഈ ഒരു 90% അല്ലെങ്കിൽ 80% പേർക്കും ഇതുവരേക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാനിത് പലയിടത്തും ഞാൻ പറഞ്ഞില്ല, പലയിടത്തും വിളിച്ച് ചോദിക്കാൻ പറയും കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല, പുറത്തായിട്ടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോവുകയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചോദിക്കുമ്പോൾ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ഇനി ആ ചാനലിന് ബാൻ കിട്ടും, മനോരമ പോലെ വലിയ ചാനലിന് ബാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോൾ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം, അവർക്ക് ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരെ മനസ്സിൽ പേടിയുണ്ട്. ഈ പേടിയാണ് അവർ മുതലെടുക്കുന്നത്. എടാ അളിയ അനീഷ ഞാൻ നമ്മളെന്തിനു പേടിക്കണം, നമ്മളെന്തിനു പേടിക്കണം? ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല, ഞാൻ ആരൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ല എന്നൊരു കമന്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പരസ്യമായി മാപ്പ് പറയാം. ഓക്കെ, പേടി കൊണ്ടാണ് പലരും തുറന്ന് പറയത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി, അത് ശരിയാണ്. പാരവെപ്പ് സജീവമായി നടക്കുന്ന ഒരു മേഖലയാണിത്. ഒടുക്കത്തെ ഈഗോയും വെച്ച് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ സുഖിപ്പിച്ച് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസരം തന്നെ അവർ ഇല്ലാണ്ടാക്കി കളയും. അപ്പൊ പിന്നെ ഇവർക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻ ഉന്നയിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. പിന്നെ മറ്റു ചാനലുകളിൽ നിന്ന് നമുക്ക് പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലും യുവമാരും മുടക്കും. അതൊക്കെ ഇവിടെ നടക്കുന്നത് തന്നെയാണ്. എന്തായാലും ദിലൻ അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ബമ്പർ ചിരിയിൽ പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരാളെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നാണ് ദിലൻ പറയുന്നത്. ആക്ച്വലി ഇവിടെ 2 തരത്തിലുള്ള കമന്റുകളും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുമുണ്ട്, അതുപോലെ തന്നെ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ആദ്യം നമുക്ക് പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ കമന്റുകളൊന്ന് വായിച്ചു നോക്കാം. എനിക്കിതുവരെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല, എന്റെ അനിയനും പോയിരുന്നു, ക്യാഷ് ഇതുവരെ കിട്ടിയിട്ടില്ല, തട്ടിപ്പ് പരിപാടിയാണ്. ഞങ്ങൾ ബമ്പർ ചിരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് പലരും പറയാറുണ്ട് ഞങ്ങളോട്, പക്ഷെ ആരും പുറത്ത് പറയാൻ ധൈര്യപ്പെടില്ല. ബമ്പർ ചിരിയിൽ സീനിയേഴ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ. നല്ല സ്കിറ്റൊക്കെ അവർക്ക് കൊടുത്താൽ അവർക്ക് നേട്ടം ഉണ്ടാകും, പക്ഷെ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് കൗണ്ടർ കുറഞ്ഞ സ്കിറ്റ് തന്ന് ക്യാഷ് കുറയ്ക്കും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ബ്രദർ. ഓക്കെ, സത്യത്തിൽ ഇതുപോലെ പൈസ കിട്ടിയിട്ടില്ല, നല്ല സ്കിറ്റ് തന്നിട്ടില്ല, പറ്റിക്കപ്പെട്ടു തുടങ്ങിയ കമന്റുകളെക്കാളും കൂടുതൽ കമന്റുകളും മനോരമയും ബമ്പർ ചിരിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് എന്നുള്ളതാണ്. ചിലത് ഞാൻ വായിച്ചുതരാം. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, ഇത് എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവും താമസിക്കുന്നത്, നിങ്ങൾ അക്കൗണ്ട്സിൽ വിളിച്ച് അന്വേഷിക്കൂ. ഞാൻ 2 തവണ ചെയ്തു, പേയ്മെന്റ് കൃത്യമായി കിട്ടി. 90 വർക്കിംഗ് ഡേയ്സ് ആണ് കാലാവധി. പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൃത്യമായി കിട്ടിയിരിക്കും. എന്റെ അനുഭവമാണ് പറഞ്ഞത്. ഞാൻ ഈ പരിപാടിയിൽ പുതുതായി പങ്കെടുത്ത ഒരു കലാകാരനാണ്. 5 തവണ സ്കിറ്റ് ചെയ്തു. അവർ പറഞ്ഞപ്പോൾ ഫസ്റ്റ് എമൗണ്ട് എനിക്ക് 90 ദിവസം കഴിഞ്ഞപ്പോൾ കയറി. ഇപ്പോൾ ഞാൻ അവിടെ പരിപാടി ചെയ്യുന്നുണ്ട്. എനിക്കൊരു വിധത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ കമന്റുകളെല്ലാം ജെനുവിൻ ആണോ അതോ മനോരമന് PR വർക്ക് ആണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ കമന്റ് ഇട്ടവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ എല്ലാവരും അവിടെ പരിപാടി അവതരിപ്പിച്ചവരാണ് എന്നുള്ളതാണ്. മേ ബി ജെനുവിൻ ആകാം. അങ്ങനെയെങ്കിൽ പരിപാടി അവതരിപ്പിച്ച് പൈസ കിട്ടിയവരും കിട്ടാത്തവരും ഉണ്ട് എന്നർത്ഥം. 1000 പേർക്ക് മര്യാദക്ക് പൈസ കിട്ടുകയും എന്നാൽ 100 പേരെ പൈസ കൊടുക്കാതെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ്റിപ്പ് തന്നെയാണ്. മെജോറിറ്റിക്ക് പൈസ കിട്ടിയത് കൊണ്ടായില്ലല്ലോ. പറ്റിക്കപ്പെട്ട മൈനോറിറ്റിയുടെ കാര്യവും നമ്മൾ നോക്കണമല്ലോ. ആകെ 10 പേര് മാത്രമേ പറ്റിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റിപ്പാവാതിരിക്കില്ലല്ലോ. ഇനിയിപ്പോ നോക്കേണ്ടത് ഈ
ചതിക്കപ്പെട്ടു എന്ന് പറയുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിൽ അഗ്രിമെന്റ് തെറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ബമ്പർ ചിരിയിൽ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരു ചാനലിൽ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ എന്നൊരു അഗ്രിമെന്റ് ഉണ്ട് പോലും. ദിലന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മഴവിൽ മനോരമയിലെ ബമ്പർ ചിരിക്ക് ശേഷം ഫ്ലവേഴ്സിൽ ഒരു പരിപാടി പുള്ളിക്കാരൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേയ്മെന്റും ദിലന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഇനി മഴവിൽ മനോരമയുടെ അഗ്രിമെന്റ് പ്രകാരം 90 ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണോ ദിലൻ ഫ്ലവേഴ്സിൽ പോയി പരിപാടി അവതരിപ്പിച്ചത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അഗ്രിമെന്റ് തെറ്റിച്ചത് കൊണ്ടാണ് പൈസ പിടിച്ചു വെച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ. ദിലൻ അതിനെ കുറിച്ചൊന്നും പറയുന്നുമില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. റിയാലിറ്റി ഷോകളുടെ പേരിൽ മാത്രമേ റിയാലിറ്റി ഉള്ളൂ എന്നും ഒട്ടുമിക്ക ഷോകളും പക്കാ സ്ക്രിപ്റ്റഡ് ആണെന്നും എല്ലാവരും തിരിച്ചറിയുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.